മുറ്റത്ത് കാണുന്നുണ്ടല്ലോ അല്ലേ? പറയണില്ല ഇനി. മുറ്റത്തെന്ത്? നിന്നോട് ഞാൻ എത്ര നേരമായിട്ട് പറയണം ആ ചവറങ്ങ് അടിച്ചു വാരി കളയാനായിട്ട്? കളയാം, കുറച്ചുകൂടെ കഴിയട്ടെ. എന്തിനീ കുറച്ച് കഴിയാൻ നിക്കണ? എന്തായാലും നീ ചെയ്യണം. ചെയ്യാം, കുറച്ചുകൂടെ വേലയൊക്കെ വീണ് സെറ്റ് ആകുമ്പോ ഞാൻ പറക്കി കളയാം. ഇത് എന്തൊരു മടിയായി പെണ്ണിന്, ദൈവമേ. ഇപ്പൊ തന്നെ ചെയ്യണമെന്ന് എന്താ നിർബന്ധം? ഒരു ചോദ്യം ചോദിക്കുമ്പോ 10,000 ചോദ്യം അവൾ ഇങ്ങോട്ട് ചോദിക്കും. നാളെ ഒരു വീട്ടിൽ ചെന്ന് കയറേണ്ട പെണ്ണാ നീ ഒരു കുടുംബത്ത്. ഈ ഒന്ന് പറഞ്ഞ എന്തിനാ എന്നീ വേറെ കുടുംബത്തിൽ കയറണം? ഇപ്പൊ ഈ കുടുംബത്തിലല്ലേ നിക്കുന്നത്. ഇത് ഇപ്പോഴത്തെ നിന്റെ വീട്. കെട്ടിച്ചു വിട്ട് ഇതല്ല നിന്റെ വീട്, നിന്റെ കെട്ടിയോന്റെ വീട്. എന്താ ഇമ്മാതിരി ക്രൂരതയൊക്കെ പറയുന്നത്? എന്ത് ക്രൂരത? ഇപ്പൊ എന്റെ വീട്, അപ്പൊ കെട്ടിച്ചുട്ട പിന്നെ ഇത് എന്റെ വീടല്ലേ? നിങ്ങൾ എന്നെ ഉപേക്ഷിക്കോ? ഞാൻ വേറൊരു വീട്ടിൽ പോയിട്ട് അതാണ് എന്റെ കുടുംബം എന്ന് ജീവിക്കണോ? നിന്നോട് ഇപ്പൊ ഈ ഇല അടിച്ചു വരാൻ പറഞ്ഞു. നീ ഈ വലിയ വലിയ കാര്യങ്ങൾ പറയണേ എന്തിനാ? കെട്ടിച്ചു വിട്ടാൽ ഇത് എന്റെ വീടാണോ അല്ലേ? ആണ്. ഇതെന്റെ അമ്മയാണോ അല്ലേ? പിന്നെ എന്തിനാ അങ്ങനെ വർത്താനം പറയണോ? എന്നെ മടുത്താ. ഇപ്പൊ എങ്ങനെയാലും എന്നെ ഒന്ന് ഇവിടുന്ന് ഒഴിവാക്കണം, പിന്നെ തിരിച്ചു വരരുത്. അങ്ങ് പറഞ്ഞാ ഞാൻ ഇറങ്ങി പോവല്ലോ. ഇതെന്ത് പാടിത്? കല്യാണം കഴിച്ചിട്ട പെൺപിള്ളേർ അങ്ങനെ തന്നെയല്ലേ? അതെന്നാ എന്താ നീ ഇത് ഉണ്ടാക്കി വെച്ചവരോട് അമ്മമ്മേടെ വീട്ടിലല്ലേ നിക്കണേ? കണ്ടോ കണ്ടോ കണ്ടോ? ചൂലത്ത് അടിച്ചു വരാൻ പറഞ്ഞതിനാണ് ഇത് ഈ മാതിരിയുള്ള പ്രസംഗം മുഴുവൻ. ഇരിക്കുവോ കാലുവാട്ടി? ചേച്ചി മക്കളെ, ഈ ഫോണൊന്ന് നോക്കിയാണ്. അല്ല, വാട്സപ്പ് ഒന്നും വർക്കാവണില്ല. വർക്കാവണില്ലേ? എന്താണ് ഇപ്പൊ ഫോണില് വാട്സപ്പിലൊക്കെ കിടന്നൊരു കളി? അല്ല, വീട്ടിൽ നിന്നേ ചേട്ടത്തി വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്താ വല്ല വിശേഷം ഉണ്ടാ? വിശേഷമുണ്ട്. ചേട്ടന്റെ മോള് പ്രായമായി. ആണോ? അമ്മോ, അടിപൊളി വാർത്തയാണല്ലോ. അപ്പൊ ഇനി സുനി ചേച്ചിക്ക് ചെലവുണ്ട്. അത് തന്നെ ഞാനും ചിന്തിച്ചോണ്ടിരിക്കണം. ഈ സ്വർണത്തിന്റെ വില ഇങ്ങനെ പോകുമ്പോ ഞാൻ എങ്ങനെ വാങ്ങിക്കാനാണ്? സത്യം, അരപ്പവനെങ്കിലും മേടിച്ചു കൊടുക്കണ്ടേ അല്ലേ? ലില്ലി കൊടുങ്ങാവിളിയില് കഴിഞ്ഞ ആഴ്ച ആർക്കും അത് മേടിച്ചു കൊടുത്തതിന് കാപ്പവന്റെ കമ്മലാറ്റ മേടിച്ചത് 30,000 രൂപയുടെ അടുത്തായിരുന്നു. എന്ത് ചെയ്യും? അതാണ്, ഈ സ്വർണത്തിന്റെ വില ഇങ്ങനെ കൂടിയാലേ ഈ പാവപ്പെട്ട പിള്ളേരെയൊക്കെ എങ്ങനെ അയക്കുമോ? ദൈവത്തിനറിയാം. ശരിയായോ? ശരി, ഇത് ഓപ്പൺ ആവാം. പ്രശ്നം എന്തെന്നോ, സ്റ്റോറേജ് തീർന്നു പോയി. അപ്പൊ ഇതിന്റെ അകത്ത് ആവശ്യമില്ലാത്ത മറ്റേ ഗുഡ് മോർണിംഗ് മെസ്സേജ് അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. മാമീനെ സൂക്ഷിച്ചു ഉപയോഗിക്കണേ. ഞാൻ വിചാരിച്ചു ഫോൺ കട്ടായപ്പോ വാട്സപ്പിൽ മെസ്സേജ് അയക്കാണ്. അപ്പൊ അതും നടന്നില്ല. ഈ സ്റ്റോറേജ് നോക്കണേ, തീരാതെ. ചേച്ചി വിളിക്കണം. എന്നാ ചെല്ല് ചെല്ല്. അയ്യോ, എന്ത് കയ്യോ? ഫോൺ നന്നാക്കിയപ്പോഴേ ക്ഷീണിച്ചാ? അല്ലമ്മ, ഞാൻ ആലോചിക്കണത്, ഞാനിപ്പോ ഒരു ഡോക്ടറായി. എന്നിട്ട് ഞാൻ കെട്ടുമ്പോ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 50 പവനൊക്കെ ഇടണ്ടേ? അത് നിങ്ങളതിൽ ഇല്ലല്ലോ എടുക്കാൻ. എന്താ ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത്? ഇവിടെ വില കുറഞ്ഞിരുന്ന സമയത്ത് ഒരു പവൻ മേടിക്കാൻ പറ്റില്ല. പിന്നെ ഇനി കുറച്ചുകൂടെ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് അപ്പത്തേക്ക് ഞങ്ങൾ ഉണ്ടാക്കും. നിന്റെ ഡാഡി പിന്നെ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിട്ടാ? എന്തിനു വേണ്ടിട്ടാ? നിന്നെ കെട്ടിച്ചു വിടാൻ. കഷ്ടപ്പെട്ട് എന്നെ കെട്ടിച്ചിട്ട് നിങ്ങൾ ചുമ്മാ ഇരിക്കുവോ? ആരും എന്റെ കല്യാണം ലോൺ എടുത്തോ ഒന്നും നടത്തണ്ട. ഞാൻ എങ്ങനെയാലും ഒക്കെ കെട്ടിപ്പോയിക്കോളാം. എങ്ങനെയാലും കെട്ടിപ്പോവാനാ? കെട്ടണോന്നാണ് ഞാൻ ആലോചന. കെട്ടാതിരുന്ന 50 പവൻ അതെടുത്ത് ബാങ്കിലിട്ട. എന്റെ പൊന്നും മുത്തേ, നീ ആവശ്യമില്ലാത്ത ചിന്തിക്കാതെ അതൊന്നും അടിച്ചു വാരി കളഞ്ഞേ. അടിച്ചു വാരാം, വൈകിട്ടാകുമ്പോ വീണ്ടും ഇല വീഴും. അപ്പൊ ഒരുമിച്ച് അടിച്ചു വാരിയാ പോരെ? ഈ മിനിറ്റ് അടിച്ചു വാരണം. അമ്മയ്ക്ക് എപ്പോഴും ജോലി ചെയ്യണം, 24 മണിക്കൂറും ജോലി ചെയ്യണോ അമ്മയ്ക്ക്? നിന്റെ അടുത്ത് ഇരുന്നാലേ വേണ്ട, ഞാൻ അടിച്ചു വാരിക്കോളാം. അമ്മ പോണ്ട. പോടെ ഇവിടുന്ന് വിട്ടേ. അടിച്ചാലും പോണേ ഇല്ലേ? ഉള്ള തല അരപ്പിരി ഉള്ളതിനെ നീ മുഴുവൻ പിരിയാ. ഞാൻ ചെയ്യാം. ചൂല ചൂല എന്റെ കഴുത്തേൽ കെട്ടി തൂക്കി ഇട്ടേക്കുവാണ്. എവിടെ? എന്റെ പൊന്നെ, ഞാൻ ഈ ചെറിയ മഴയൊക്കെ വന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കായിരുന്നു. നല്ല പുഴുങ്ങിയ കപ്പയും ഇതുപോലെ ഉടഞ്ഞ മാവ് പോലെ ഉടഞ്ഞ കപ്പ പുഴുങ്ങിയിട്ട് ഇങ്ങനെ മുളക് ചേർത്ത് വെച്ചിട്ട് അയ്യോ എന്നിട്ടിങ്ങനെ അയ്യോ അടിപൊളിയല്ലേ? മനുഷ്യനെ നല്ല മാവ് പോലെ ഇരിക്കണല്ലേ? നല്ല ഞാൻ മനസ്സ് വിചാരിച്ചോളൂ. അതാ നീ മനസ്സിൽ വിചാരിച്ചപ്പോ അത് കൊണ്ടുവന്ന് തന്നെ. അമ്മ
അതാണ് അയ്യോ നിന്റെ മനസ്സിൽ വിചാരിക്കുന്നത് ചെയ്തു തരാൻ പാകത്തിനൊരു പെങ്ങളുണ്ട് നിനക്ക്. ഇതിൽ പരം ഭാഗ്യം നിനക്ക് എന്താ വേണ്ടത്? ഒന്നും വേണ്ട. ആ അഭിമാനിക്കുന്നു. ആ ഒരു ചിന്ത നിനക്ക് എപ്പോഴും വേണം. അമ്മ എന്തേടാ? ആരുമില്ല, നന്നായി. സാറേ ആനി നമസ്കാരം. എന്താണ് ചേട്ടാ? നാളെ വൈകുന്നേരമാണ് നമ്മുടെ പരിപാടി. മറന്നുപോലെ കൃത്യസമയത്ത് അങ്ങ് എത്തിയേക്കണേ. ചേച്ചിയോട് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. നാളെയാണല്ലേ? ആ ഫസ്റ്റ്. അപ്പൊ നമ്മളിന്ന് വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അങ്ങ് വരൂലായിരുന്നല്ലേ? ഏയ് അങ്ങനെ ചെയ്യോ? വരാതിരിക്കോ? അസോസിയേഷന്റെ പരിപാടിയാണല്ലോ. പക്ഷെ ഞാൻ പെട്ടെന്നേ കൊള്ളാം. ഇത്തവണ വാർഷികാഘോഷത്തിന്റെ പ്രത്യേകത അറിയാലോ. സബ് ഇൻസ്പെക്ടറായിട്ട് പ്രൊമോഷൻ കിട്ടിയ സഹോദരന് മെമ്പറായ സഹോദരി പൊന്നാട അണിക്കുന്ന ചടങ്ങാണ്. നാട്ടുകാരല്ല അതിന്റെ ഒരു ആവശ്യത്തില. പിന്നെ നാട്ടുകാർക്ക് ഞങ്ങൾ അറിയാൻ പാടില്ലാത്തതാണല്ലോ. മക്കളെ, നിങ്ങൾ പറഞ്ഞത് സത്യോ? നാട്ടുകാരെ പോലെ ഞാനും സന്തോഷത്തിലാ. ആ മുത്തേ ഇവിടെ ഉണ്ടായിരുന്നോ? നാളത്തെ പാട്ട് കസറണം കേട്ടോ. സെറ്റല്ലേ? എല്ലാം സെറ്റല്ലേ? എല്ലാ പ്രാവശ്യത്തെ പോലെ മാമന്റെ ഡാൻസ് മതിയായിരുന്നു. ഇത്തവണ ഒരു ചേഞ്ച് വരട്ടെന്ന് വെച്ചാ മുത്തിന്റെ പാട്ട് വെച്ചത്. മിന്നിച്ചേക്കണേ. അധികം പ്രതീക്ഷ ഒന്നും വെക്കില്ല, ഞാൻ പറ്റുന്ന പോലെയൊക്കെ പാടാം. മക്കളെ, സിനിമാക്കാരെങ്കിലും കാണുമോ? അയ്യോ സിനിമാക്കാരൊന്നും ഇല്ല. പിന്നെ നമ്മുടെ പ്രശസ്ത നോവലിസ്റ്റ് ശ്രീ പെരുമ്പടവ ശ്രീധരമാശുണ്ട്. വരാൻ ഏറ്റിട്ടുണ്ട്. റെസിഡൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഗംഭീര പരിപാടിയായിരിക്കും ഇത്. അപ്പൊ മറന്നുകൊണ്ട ഞങ്ങൾ കുറച്ച് പരിപാടികൾ സെറ്റ് ചെയ്യാനുണ്ട്. ചേച്ചി നാളത്തെ പ്രസംഗം കാലക്കണം. അതിനെപ്പറ്റി ചേച്ചി പറഞ്ഞ ഓരോ വാക്കും നാട്ടുകാർക്ക് കൗതുകമായിരിക്കും. നമ്മളെല്ലാരും അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇതല്ലേ മെയിൻ പരിപാടി. ഇപ്പൊ നമ്മൾ അറിയട്ടെന്നാ. ശരി ശരി. അനിയടാ ഓ കപ്പ ഉണ്ടായിരുന്നല്ലോ, പുഴുങ്ങിയ കപ്പ ഉണ്ടായിരുന്നു. മുളക് കുടച്ചത്. അയ്യോ എന്റെ പൊന്നു സാറേ, ഇരിക്കാൻ പോലും സമയമില്ല. 100 കൂട്ടം കാര്യങ്ങളാ ചെയ്യാനുള്ളത്. കറക്റ്റ് സമയത്ത് എത്തിയേക്കണേ. അമ്മ സത്യത്തിലേ നാളത്തെ പരിപാടിയിലായിട്ട് ഞാൻ മറന്നിരിക്കുകയാണ്. എടാ, ഞാൻ മറന്നില്ലായിരുന്നു, പിന്നെ പറയാന്നും വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ഞാൻ. കപ്പതിനമ്മ അമ്മക്ക് കഴിച്ചോട്ടെ, ഗ്യാസാ. എന്നെയും കൂടെ ഒന്ന് മൈൻഡ് ചെയ്യാൻ കേട്ടോ. ഇങ്ങോട്ട്. ഓ അവിടെ വെച്ചിട്ടുണ്ട് നിനക്ക്. ഞാൻ അവിടെ നെയ്ച്ചോളാം. വേണ്ടോ? എന്റെ പൊന്നു മക്കളെ, ഒന്ന് പതുക്കത്തേക്ക്. ഇതാണ്ട നല്ല വേദനിക്കും. ഇവിടെ അവിടെ അവിടെ. അയ്യോ, നല്ല നീരുണ്ട്. നീരുണ്ട് കേട്ടോ, അത് ഇവിടെ ഒക്കെ ഉണ്ട്. നീരുണ്ടാടി നല്ലോണം? നല്ല നീരുണ്ടമ്മ, ഇവിടെ എപ്പുറത്തുണ്ട്. നല്ല വേദനയുണ്ട്. എന്നിട്ട് ഈ കാലും കൊണ്ടല്ലേ അമ്മ നാളെ പരിപാടിക്ക് വരാൻ പോണേ അല്ലേ? അവിടെ കാല് എത്ര നേരം തൂക്കിയിട്ടിരിക്കണം? അതുകൊണ്ട് ഞാൻ ഇഴഞ്ഞായാലും ഞാൻ വരും. എന്റെ മക്കള് 4 പേരുടെ മുമ്പിൽ ഞെളിഞ്ഞിരിക്കുന്നത് എനിക്കൊന്ന് കാണണ്ടേ? ഹലോ, പഠിച്ച് പാസ്സായി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ചികിത്സ തുടങ്ങിയാ മതി കേട്ടാ. കഞ്ഞി അവിടെ ഇരിക്കുന്നു, അമ്മ ഇരുന്നാലങ്ങനെ. അല്ല മക്കളെ, പിന്നെ ഈ കുഴമ്പ് എന്റെ കാലിലൊന്ന് പിടിച്ചോട്ടെ, എന്നിട്ട് ഞാൻ വന്ന് കഞ്ഞി കുടിച്ചോളാം. നീരുണ്ടടാ. എന്താ പരിപാടി? പരിപാടിയില്ല. ഇന്നത്തെ അല്ല, നാളെ എന്തോ പരിപാടി ഉണ്ടെന്നൊക്കെ ആരോ പറഞ്ഞു കേട്ടല്ലോ. അതെ അതെ അതെ, നാളെ ഒരു പരിപാടി ഉണ്ട്. എന്താണ്? ഒരു ആദരിക്കൽ ചടങ്ങുണ്ട്. ഞാനും വായിച്ചു, ഏതൊരു മഹാനെ നീ ആദരിക്കാൻ പോണെന്ന്. മഹാനാണോ അല്ലാത്താണോ എന്നൊക്കെയുള്ള നാട്ടുകാർ പറയണം. അല്ല, ഒരാളെ ഒരു മഹതി ആദരിക്കുന്നു. അതുണ്ട്. എന്ത് ഡ്രസ്സാണ് ഇടുന്നത്? ഏത് കളറാ? ഏതെങ്കിലും ഒരു സാരി എടുത്ത് കൊടുക്കണം. ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴേ നമ്മൾ രണ്ടുമല്ലേ പോന്ന്, ഒരേ കളറിലങ്ങ് പോയാലോ? ഒരേ കളർ ഡ്രസ് അല്ലേ മക്കളെ? അത് അടിപൊളിയായിരിക്കും അല്ലേ? എല്ലാവർക്കും അറിയാം നമ്മളെ. അതാണ്. അപ്പൊ നമ്മള് പോകുമ്പോ നമ്മളൊരു അടിപൊളിയൊക്കെ ആയിരിക്കും. അതിന് ഒരേ കളർ സാരി ഏതിരിക്കുന്നത്? നിനക്ക് ഏകദേശം ഒരു നീല വരുന്നൊരു സാരി ഇല്ലേ? ഒരു നീലയും കുറെ ഡിസൈനൊക്കെ ഉള്ള നീലുണ്ട്. എനിക്കൊരു നീല ഷർട്ട്. എന്നാ പിന്നെ ആ നീല സാരി എടുക്കാം. അപ്പൊ നമ്മൾ രണ്ടും ഒരേ ഡ്രസ് പൊളിയായിരിക്കും. അത് കൊള്ളാം. രണ്ടുപേരും ഒരേ കളർ ഇടുമ്പോ നന്നായിരിക്കും കാണാൻ. പിള്ളേര് സ്കൂൾ യൂണിഫോം ഇട്ട് പോണ പോലെ. പക്ഷെ ഫോട്ടോ ഒക്കെ വരുമ്പോഴേ നല്ലായിരിക്കും അല്ലേ മക്കളെ? പക്ഷെ ഇപ്പൊ അതിനേം കാട്ടിയേ അമ്മ നാളെ എന്താ പറയാൻ പോണ ഒന്ന് പറഞ്ഞു കേക്കട്ടെ. അവിടെ പ്രസംഗിക്കൂല, അതൊന്ന് പറ. അതിപ്പോ ഇപ്പൊ ഇത്ര പറയാൻ എന്തുള്ളേ? എന്നിട്ട് എന്താ പറയാൻ തോന്നണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് പറയും. ഇത്രയും വലിയ പരിപാടിയായിട്ട് പ്ലാൻ ചെയ്യാതെ ഹോംവർക്ക് ഒന്നും ചെയ്യാതെ നമ്മ പോവാൻ പോകുന്നത്. അതിനിപ്പോ ഹോംവർക്ക് എന്തിനാ? എന്നാലും ഒന്ന് പറ മക്കളെ, ഒരു സമാധാനത്തിന് വേണ്ടി എനിക്ക്. പറ കേക്കട്ടെ, നീ മെമ്പറൊക്കെ അല്ലേ? പറയാനുള്ളത്
വേദിയിലിരിക്കുന്ന അധ്യക്ഷനും മറ്റ് വിശിഷ്ടാതിഥികൾക്കും എൻ്റെ പ്രിയപ്പെട്ട നമസ്കാരം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സമയങ്ങളിൽ ഒന്നാണ് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അങ്ങ് പറയും. അല്ല അപ്പൊ നീ എന്നെ പറ്റി എന്താ പറയാൻ പോണ? പറ്റി ആദ്യം നീ എന്നെ പറ്റി എന്താ പറയാൻ പോണേന്ന് പറ. നീ എന്നെ പറ്റി എന്തായാലും പറയണമല്ലോ. എടേ അതൊക്കെ ഞാൻ സ്റ്റേജിൽ പറയും, സസ്പെൻസ് ആണ് അതൊക്കെ. എടേ ഇതൊക്കെ ഞാൻ സ്റ്റേജിൽ പറയും, സസ്പെൻസ് അതൊക്കെ. അല്ലല്ല അത് എന്നെ പറ്റി പറയണ എന്നാ അറിയണ്ടേ എനിക്ക്. അപ്പൊ എന്നെ പറ്റി പറയണ എന്താന്ന് എനിക്കറിയാം. ഇനി അതിനെ കുറിച്ച് നിങ്ങൾ ഒന്ന് വർത്താനം ഒന്നും പറയണ്ട. ഞാനേ ഈ എണ്ണയൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് ഒത്തിരി കഞ്ഞിയും കുടിച്ചിട്ട് ഞാനൊന്ന് കിടക്കാം. ഓ അത് നല്ലത്. ഇന്നിവിടെ പക്ഷെ ഉറക്കമില്ലാത്ത ഒരാളുണ്ട്. ഉറങ്ങൂലെന്ന്. പറ. മാമ എന്തായാലും എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മുഖം കണ്ടാ അറിയാം. എന്താ നീ പറയാൻ പോണെ? ഞാൻ സൂപ്പറാണ് പറയാ. എന്താടി പറയാനുള്ളത്? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം, നല്ലത് പറയണം. ഞാൻ വന്നതിന് ശേഷമാണ്, അല്ലെങ്കിൽ എന്റെ ജനനത്തിനൊക്കെ ശേഷമാണ് നമ്മുടെ കുടുംബം നന്നായത്. പൊതുസഞ്ചരത്തിന്റെ മുഖത്തൊക്കെ ചുമ്മാ നിങ്ങൾ രണ്ടുപേരും അവിടെ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കും. നമ്മുടെ കുട്ടിക്കാലത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറയും, അന്നേരം അവിടെ നിന്ന് കരയരുത്. ഓഹോ, നീല സാരി ഉടുത്ത് വരണോന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. തങ്കം, താനടെ ഇതാണ് എന്റെ നീല. നിന്റെ നീല എവിടെ? ബെസ്റ്റ്, കറക്റ്റ് കളറുണ്ട് എന്റെ കയ്യില്. അതാ പറഞ്ഞേ, ഞാൻ എന്റെ പ്രവചനം തെറ്റില്ല. നിന്റെ പ്രവചനം തെറ്റിയില്ല മോനെ. ഇതെന്ത് മാച്ചാടാ? കുറച്ചുകൂടെ ഡാർക്ക് ഉണ്ടായിരുന്നല്ലോ. ഇല്ല, ഇത് തന്നെയായിരുന്നു. അതൊക്കെ മേടിച്ചു തന്നെ. ഇത് കറക്റ്റാ. ഒരു ഇതൊക്കെ മതി. അല്ല പിന്നെ സ്കൂൾ യൂണിഫോം ഒന്നുമല്ലല്ലോ, ആരും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. അങ്ങനെ അത് മതി. കൊള്ളാടി, നന്നായിരിക്കും. അതിന്റെ ബ്ലൗസ് ഒക്കെ ഇല്ലേ നിനക്ക്? അതെ, ബ്ലൗസ് കറുപ്പോ ചുമപ്പോ എന്തെങ്കിലും ഇടാലോ. നീ മുണ്ടാണോ? പിന്നെ എനിക്ക് മുണ്ടും നേരിയതും അവള് പോയപ്പോ തേച്ച് വെച്ചിട്ടാ പോയത്. അത് നന്നായി. അമ്മയ്ക്ക് ഒരു നീല സാരി മതിയായിരുന്നു. ശരിക്കും പറഞ്ഞ അവൾ എന്ത് പണിയാ കാണിച്ചത്? അവൾക്ക് ഇന്നിപ്പോ ലീവ് എടുക്കാൻ പാടില്ല. കഴിഞ്ഞ ആഴ്ച അവള് പോയില്ല, കുട്ടികളെല്ലാം പരാതി. ഈ ആഴ്ച കൂടെ അവിടെ ചെല്ലുന്നില്ലെങ്കിൽ അവളെ ജോലി പോകും. അവൾ എന്തായാലും സ്പോട്ടിൽ എത്തിക്കോളും. ക്ലീറ്റോയെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താവോ എന്തോ. എന്റെ അമ്മേ, അച്ഛമ്മി വാ. ഭയങ്കര വെയിറ്റ്. ഒന്ന് താങ്ങ. നിനക്കൊരു ഓട്ടോ വിളിച്ച് വന്നുകൂടായിരുന്നാടാ? അമ്മ എത്ര നേരം വെച്ച് ഓട്ടോ കാത്തു നിൽക്കും? മഷിയിട്ട് നോക്കിയിട്ട് ഒരെണ്ണം കിട്ടിയില്ല. അവസാനം ഞാൻ തല വെച്ചോണ്ട് പോന്നു. അല്ല പിന്നെ ഇതിപ്പോ വേറെ എന്തോ സംഗതി ഉണ്ട്. എന്തോ ഒപ്പിച്ചിട്ടാ ഇവൻ വന്നേക്കണേ. അല്ലെങ്കിൽ അമ്മാവന്റെ അടുത്ത് പോയ 4 ദിവസം പിന്നെ ഇവനെ മഷിയിട്ട് നോക്കിയാൽ കാണാത്തവനാ. പിറ്റേ ദിവസം തന്നെ കൂടെ ഓടിപ്പോന്നു. എന്റെ തങ്കച്ചേട്ടത്തി ഞാൻ ഉയരും കൊണ്ട് അവിടുന്ന് പോന്നത്. അതല്ലേ വണ്ടിക്ക് പോലും നിൽക്കാതെ ഞാൻ പെട്ടെന്ന് അവിടുന്ന് കലിയായി. അതെന്തിനാ? അവരെന്തിനാ പൊന്നുപോലെല്ലേടാ നോക്കുന്നത്? പൊന്നുപോലെയാണ് നോക്കിയിട്ടുള്ളതും ഇതുവരെ അങ്ങനെയാണ്. പക്ഷെ ഇന്നലത്തെ ഒരു ദിവസം എന്റെ മിശികായെ എങ്ങനെ പോയെന്ന് എനിക്ക് പോലും അറിയത്തില്ല. മറ്റേ അപ്പുണ്ണിമാമനില്ലേ? ഏതാ പുണ്ണി? ആ മാന്തൊടിയില്ലേ? ഏതോ ഒരു തൊടിയില്ല. അപ്പുണ്ണിമാമ വൈകിട്ട് അവിടെ വന്നു. വൈകിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ചെറുതെടുത്തോണ്ട് വരാൻ. ഞാൻ പോയി ചെറുതെടുത്തോണ്ട് വന്നു. അമ്മാവനും അപ്പുണ്ണിമാമനൂടെ ചെറുതായിട്ട് ഞാനിവിടെ ചേർന്ന് മിനിങ്ങി കാര്യമൊക്കെ പറഞ്ഞിരുന്ന് നേരെ കുട്ടിക്കാല കഥകളിലേക്ക് വന്നു. കുട്ടിക്കാലം ഇങ്ങനെ വളർന്ന് കല്യാണപ്രായമായി. തങ്കഞ്ചേട്ടത്തി ഒളിച്ചുകൂടിയ കാര്യവും ഒളിച്ചുകൂടിയ ശേഷം ഇവിടെ അനുഭവിച്ച വിഷമങ്ങളും. അമ്മാവനാണെങ്കിൽ കനകമച്ചമ്മയുടെ ഭാഗത്ത്, അപ്പുണ്ണിമാമനാണ് തങ്കഞ്ചേട്ടയുടെ ഭാഗത്ത്. അവസാനം വാഴക്കായി ഉന്തുന്നള്ളിയോ ഞാനും അമ്മായിയുടെ എന്ത് പാടുപെട്ടാ പിടിച്ചു മാറ്റിയെന്നറിയോ? പിന്നെ അല്ലെങ്കിൽ ആ പുണ്ണിക്ക് ഇത്തിരി കൂടുതലാ. ഒരു 4 അണയുടെ ചാരായം അങ്ങോട്ട് ഉള്ളിൽ ചെന്നാ പിന്നെ അവൻ ആരെങ്കിലും വാന്തിയില്ലെങ്കിൽ വലിയ കുഴപ്പോ നാശം പിടിച്ച. അവൻ എന്തിനാ അങ്ങോട്ട് വലിഞ്ഞേറി ചെന്നത്? അത് ബന്ധുക്കളായ കയറി ചെല്ലായിരിക്കാൻ. എന്തോ ഒരു ബഹളമായിരുന്നറിയോ? ഒരു ബോളെ കണ്ണടച്ചില്ല. ബഹളം. ഈ അമ്മാവൻ എന്തിനാ പുണ്യമാമനോടൊക്കെ തർക്കിക്കാൻ നിൽക്കുന്നത്? ചുമ്മാ എന്നിട്ട് ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറയാനായിട്ട്. അമ്മാവന് ദണ്ണം കാണും, അനുഭവിച്ചവർക്കറില്ലേ അതിന്റെ വേദന അറിയാവോ? അതുകൊണ്ടാണ് അപ്പുണ്ണി ഞാൻ പറഞ്ഞപ്പോ അമ്മാവന് ദേഷ്യം വന്നിട്ടുണ്ടാവുക.
അമ്മാവന് ദണ്ണുണ്ടായെങ്കിൽ അപ്പുണ്ണി മാമനും ദണ്ണം ഉണ്ടായിട്ടുണ്ടാവും. അതാണ് അപ്പുണ്ണി മാമൻ കിടന്ന് തർക്കിച്ചത്. എണ്ണത്തിന്റെ കാര്യം നീ പറയണ്ട, ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട്. ദേ കനക, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു ദിവസമായിട്ട് എന്നെ വഴക്കുണ്ടാക്കാൻ വരരുത് നീ. അങ്ങനെ അവസരം ഉണ്ടാക്കിയിട്ടല്ലേ കുഴപ്പമായത്? എന്തവസരം ഉണ്ടാക്കി ഞാൻ? നാട്ടുകാർക്ക് ഓരോന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടല്ലേ അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് പറഞ്ഞുകൊണ്ടിരിക്കണവർ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേട്ടിട്ട് ഈ തലയും കുമ്പിടാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇവിടെ. എന്നെ എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ പെങ്ങളാണ്, അവൾ അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ തല കുനിക്കേണ്ട കാര്യം ഉണ്ടാക്കി വെച്ച ആരാണ്? തല കുമ്പിടേണ്ട കാര്യം ഉണ്ടാക്കി വെച്ച ആരാണ്? ഞാൻ. ആ. ആ, പിന്നെ അതിന് നീ ഞാൻ എന്ത് എന്തിനാ ചെയ്യണം? അഭിമാനത്തോടെ പറയണത് എന്തിനാണ്? അതിന് ഞാൻ എന്ത് ചെയ്യണം? നീ ഞാൻ ഒന്നും എന്ത് ചെയ്യണ്ട. ചെയ്യണം? ആ. പറയുമ്പോ പിന്നെ അങ്ങ് അത് അംഗീകരിക്കണം. അല്ല, അപ്പൊ പിന്നെ ഞാൻ എന്ത് പറഞ്ഞാല് ആരെങ്കിലും വഴി കൂടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാലും അത് എന്റെ തെറ്റ്. വഴി കൂടെ പോയല്ലോ. ആ, ഇതിപ്പോ നാട്ടുകാരുന്ന് അപ്പുണ്ണി അമ്മ ഇരുന്ന് പറയുന്നു, അമ്മാവനത് വിഷമം വരുന്നു, അമ്മാവന്റെ വിഷമം എന്നോട് ഇവിടെ ഒന്ന് പറയുന്നു. അപ്പൊ ഞാൻ ആ വിഷമം പറഞ്ഞു. അപ്പൊ നിനക്കത് വിഷമമല്ല, കാരണം നിനക്ക് ഒരു കാലത്ത് വിഷമം ഉണ്ടായിട്ടില്ലല്ലോ. ആ ഇല്ല, എനിക്ക് വിഷമമുണ്ടായിരുന്നു. നിനക്ക് കാരണം ഞാൻ ഞങ്ങളെ കുറിച്ച് എന്താ കണ്ടുകൊണ്ടാണ് ചിന്ത ഉണ്ടായിരുന്നത്. നിനക്ക് ഞങ്ങളെ കുറിച്ച് എന്താ ചിന്ത ഉണ്ടായിരുന്ന? ഇല്ല ഇല്ല, നിങ്ങളോട് എനിക്ക് ഒരു മാസം സ്നേഹമില്ലല്ലോ. വീട് പന്തല് കിട്ടി നിന്ന വീടാണിത്. അച്ഛൻ നെഞ്ചുരുകി അവിടെ ഇരുന്നു. ആരെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ടോ എനിക്ക് ആരെങ്കിലും ഇഷ്ടമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? നീ? പിന്നെ ചോദിച്ചിട്ടുണ്ടോ നീ? അമ്മയ്ക്ക് എന്നെ വാഴപ്പിക്കാം, നാട്ടുകാരെ വാഴപ്പിക്കാൻ പറ്റുമോ? പറ്റുമോ അമ്മ? നിന്നോടാണ് മിണ്ടരുതെന്ന്. അച്ഛമ്മ ചുമ്മാ അവർ ഇന്നലെ കള്ളിന്റെ പുറത്ത് എന്തെങ്കിലും പറഞ്ഞത്. നീ ഇന്നലെ അവിടെ പുറത്തപ്പോ നീ മിണ്ടായിരുന്നില്ലേ? നീ ഡാ, നിന്നോടാണ് ഞാൻ എത്താ പറഞ്ഞത്. അവൻ നിർത്തൂല, അവൻ ഇടയ്ക്കിടയ്ക്കുള്ളതായി കൃമികടി. ഈ ക്രിമിയായിട്ട് ഞാൻ മരിക്കുന്നവരെ കണ്ടുപിടി. ആ, ഉണ്ടാവും, ഉണ്ടാവും. എന്റെ അച്ഛൻ നെഞ്ചിന് വരുന്നത് എനിക്കറിയാം, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചത്ത കുഞ്ഞിന്റെ ജാതകമായിരിക്കുന്നവൻ 10-20 കൊല്ലം കഴിഞ്ഞ് കൊച്ചിന് 10-20 വയസ്സായ ആ കൊച്ചിനൊക്കെ എന്തൊക്കെയാണാ നീ പറയുന്നത്? നാട്ടുകാരെന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ഇവൻ എന്റെ മേളിൽ കുതിര കണ്ട കാര്യമുണ്ടോ അമ്മേ? ഇത്രയും വർഷമായില്ലേ, ഇവനിത് മറക്കാറായില്ലേ? അപ്പൊ ഇവൻ എന്നോട് എന്ത് സ്നേഹം ഉണ്ടെന്നാ പറയണേ? ഇവൻ എന്നോട് സ്നേഹമുണ്ടോ? നീ മിണ്ടരുത്, മിണ്ടരുത്, മിണ്ടരുതെന്ന് പറഞ്ഞാൽ നീ മിണ്ടരുത്. പോടാ, പോടാ, കയറി സ്നേഹമില്ലാത്തവനെ ഷർട്ട് നോക്കിക്കൊണ്ട് വന്നേക്കാണ്. നീ കൂടുതലൊന്നും പറയണ്ട, നീ കൂടുതലൊന്നും സംസാരിക്കണ്ട, നീ കൂടുതൽ സംസാരിക്കണ്ട. നീ അങ്ങോട്ട് മീറ്റിങ്ങിന് ഞാൻ നിന്നെ പറ്റി പ്രസംഗിക്കാൻ നല്ലോണം. സ്നേഹമില്ലാത്തവൻ, മാർക്കിടി. മാമന്റെ മനസ്സിൽ ഇപ്പൊ കണ്ടല്ലോ. അച്ഛമ്മ ഇനി പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അമ്മൂമ്മ ഒന്ന് ചെന്ന് അമ്മയുടെ അടുത്ത് മാമന്റെ അടുത്ത് സംസാരിക്കും, എന്നിട്ട് പറ പോയില്ലെങ്കിൽ മോശമാണെന്ന്. മക്കളെ, അത് ഞാനാണ് ആലോചിക്കേണ്ടത്, അവർ വേണ്ടേ ആലോചിക്കേണ്ടുന്നത്? അല്ല, നീയാണ് ആലോചിക്കേണ്ടത്. അല്ലല്ലേ? അല്ല, അവനൊരു പോലീസും അവളൊരു മെമ്പറും ആയതുകൊണ്ടല്ലേ അവരൊന്ന് വിളിച്ചത്. അത് അവർ ചിന്തിക്കണം. മുത്തേ, ആ ഇതെവിടെ കമ്മിറ്റിക്കാരൻ അങ്കഞ്ചേട്ടത്തിന്റെ ഫോണിൽ കിടന്ന് വിളിച്ചിട്ട് അവരെടുത്തില്ല കേട്ടാ. എടുക്കല്ലേ? എന്തൊരു മോശമാണ് ഇതൊക്കെ. അല്ലേലും ഇങ്ങനെ തന്നെ എപ്പ ഈ വീട്ടില് സന്തോഷമുള്ള ഒരു കാര്യം വന്ന് അപ്പൊ ദുഷ്യോഗന് എന്തേലും സംഭവിക്കും. അല്ലെങ്കിൽ റൊണാൾഡോ എന്തിനാ ഇതിപ്പോ ഇവിടെ വന്ന് പറഞ്ഞ? റൊണാൾഡോ ഇത്ര അറിയത്തില്ല ഇത് ഇത്ര പ്രശ്നം. പൊന്നുപോലെ ഞാൻ അവിടുന്ന് ആരെങ്കിലും വിളിച്ച് പറഞ്ഞു കാണുന്നുള്ള ധാരണയല്ലേ ഞാൻ വന്ന് പറയുന്നേ. ഞാനിതുവല്ലോ അറിയുന്നു. അല്ലെന്നുണ്ടെങ്കിൽ പഴംപുരാണം എടുത്ത് അവർ തമ്മിൽ വഴക്കമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയത്തില്ല, ഞാൻ പറയൂ. എന്നാ മിണ്ടായിരുന്നാ മതിയായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, റൊണാൾഡോയും പറഞ്ഞിട്ടല്ല അവർക്ക്. ഞങ്ങളൊന്ന് ആലോചിച്ചു, 20 വർഷം മുന്നേ നടന്ന കാര്യമാണ് അത്. വീണ്ടും എന്നെ മുമ്പിൽ വെച്ച് തന്നെ ഇവരിങ്ങനെ അടി ഉണ്ടാക്കുമ്പോ എന്താ വിഷമമാവുന്നാണ്. എത്ര നാളുണ്ട് കേൾക്കുന്നു. അമ്മ പോയി കനകമ്മച്ചോട് കാര്യമായിട്ടൊന്ന് സംസാരിക്കും. ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ പറ. എന്റെ പൊന്നു പിള്ളേരെ, ഞാൻ പറയാനേ നോക്കൂ, അവര് കേക്കണ്ടേ? അമ്മ പറഞ്ഞാൽ കേൾക്കും. ഞങ്ങൾ ആരും പറഞ്ഞ അമ്മ കേൾക്കത്തില്ല. അമ്മ തന്നെ 2 അടി കൊടുത്തിട്ട് മിണ്ടലേടാന്ന് പറഞ്ഞപ്പോ കനകമ്മച്ചപ്പി ഒരു അക്ഷരം പറഞ്ഞു. അത് ശരിയാ. അല്ല, പിന്നെ ഒരു വഴിയുണ്ട്, ക്ലീറ്റമ്മച്ചപ്പി കൊണ്ട് വിളിച്ചു ഉറപ്പിക്കാം ഈ സാഹചര്യത്തില്. അപ്പൊ അടുത്ത അടി നമ്മൾ കൊറേ പിടിച്ച് വരുത്തുന്ന പോലെ ആവും. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും നല്ലത്. അമ്മമ്മ പറഞ്ഞാൽ മാമൻ കേൾക്കും, മാമൻ പറഞ്ഞാൽ അമ്മയും കേൾക്കും. അങ്ങനെ ചേട്ടൻ പോവും. ശരി, ഞാൻ പോയി പറയാം. എഴുതേക്കാനും വയ്യ. എന്റെ ദൈവമേ, മാനസികമായിട്ട് ഞാൻ അങ്ങ് തകരുവാണ്. ദൈവമേ, അയ്യോ. ഇപ്പം തന്നെ എന്തായാലും ഇതേപോലുള്ള പൊല്ലാപ്പളും വഴക്കോളും ജീവിതാവസാനം വരെ ഉണ്ടാകുമെന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പ്രേമം പുണ്ണാക്കും ഇതൊന്നും ശരിയല്ല എന്ന് പറയുന്നത്. അത് കല്യാണത്തിന് മുമ്പ് ചോദിക്കണം ഇഷ്ടമുണ്ടോന്ന്, അപ്പൊ പറയുമല്ലോ. എന്തിനാണ് പ്രേമിക്കാൻ നിൽക്കുന്നത്? മനുഷ്യരാകുമ്പം പ്രേമമൊക്കെ കാണും. അതൊന്നും വേണ്ട, വീട്ടുകാരായിട്ട് ആലോചിച്ച് നല്ല കല്യാണം കൊണ്ടുവരും. അതൊക്കെ പണ്ട് മാമ. കാര്യം ചോദിച്ചാൽ അവളുടെ മനസ്സിൽ പുറത്തു തോന്നുന്നുണ്ട്. കനക,
കനക ഇടാ പോണ്ടേ, എഴുന്നേക്ക്. അല്ലെങ്കിലും നല്ല കാഴ്ചകളൊന്നും കാണാൻ എൻ്റെ കണ്ണിന് ഭാഗ്യമില്ലല്ലോ. അങ്ങനത്തെ 2 മക്കളെയല്ലേ എനിക്ക് കിട്ടിയിരിക്കുന്നത്. കൂടപ്പറപ്പുകൾ 2 പേരും കൂടെ നാട്ടുകാരുടെ മുൻപിൽ അങ്ങനെ തലഞ്ഞെളിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഏതൊരമ്മയെ പോലെ ഞാനും ആഗ്രഹിച്ചു പോയി. പക്ഷെ എൻ്റെ മക്കളത് മനസ്സിലാക്കിയില്ല. അമ്മ എന്തിനാ കരയണത്? അമ്മ ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തിനു പറയുന്നത്? ഞാൻ നെഞ്ചത്ത് കുത്തിയാ മതിയല്ലോ. എന്താടാ അമ്മ എന്തിനാണ് തല്ലേ? ഞാൻ തെല്ലിയത് നിനക്ക് വിഷമമായ? നീ ഇനിയിപ്പോ SI അല്ല, എത്ര വലിയ ഏമാനായാലും നിന്നെ ഞാൻ തല്ലും. അമ്മയെ തല്ലിയതിൽ വലിയ കുറച്ചിലൊന്നും വേണ്ട കേട്ടാ. അമ്മയ്ക്കറിയാമല്ലോ, പണ്ടും അച്ഛൻ എന്നെ തല്ലേ എനിക്ക് വിഷമം തോന്നില്ല. പക്ഷെ അമ്മ അല്ലേ എന്തോ. ഇനിയിപ്പോ SI എന്നല്ല, ആരായാലും മകളെ ഓ മോനെ തല്ലിയപ്പോ അമ്മയ്ക്ക് അങ്ങ് ഭയങ്കര വിഷമമായല്ലേ? എന്നെ തല്ലിയപ്പോ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ അടുത്ത് വന്നിരുന്ന് ആശ്വസിപ്പിക്കണ ഞാൻ കാണുന്നില്ലല്ലോ. ഈ മുതുകാളേനെ ആശ്വസിപ്പിക്കേണ്ട കാര്യം എന്താ? ഞാൻ പറയാനുള്ളത് പറയും. എന്നെ അത് പേപ്പറിൽ നിന്ന് വെട്ടിയെടുത്തതോ ഇവിടുന്ന്? അമ്മ വരുന്നില്ലേ? പോണില്ലേടാ? വരുന്നില്ലേന്ന് നീ ചെവിയിൽ പടക്കം പൊട്ടിക്കണായിരിക്കും. വരുന്നില്ലെങ്കിൽ ഇതേ അവര് വിളിച്ചോണ്ടിരിക്കുന്നു, പറ അങ്ങോട്ട്. ഇത് എനിക്ക് അരിശം വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് ചെല്ലും. ഗാനമേളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഓളമായനെ നമ്മൾ വിചാരിച്ച കണക്കൊന്നും പിരിവ് അങ്ങോട്ട് സെറ്റ് ആയില്ല. അയ്യോ കനക സാറേ, ഇവരെ റെഡി ആയില്ലേ? സമയമായി, പരിപാടി തുടങ്ങാൻ സമയമായി. വിളിച്ചിട്ട് എന്താ സാറേ ഫോൺ എടുക്കാത്ത? നിങ്ങളെ കാണാൻ ടെൻഷൻ അടിച്ചാൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. നിങ്ങൾ പോയിക്കോ, ഇവര് വന്നോളും. അല്ല അത് ഞങ്ങള് ഇപ്പൊ തന്നെ വരാം, നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്തോ. സാറേ എല്ലാരും വന്നു, നമ്മളെ ശ്രീധരൻ മാഷ് വരെ എത്തി. ഇവിടെ വന്നു കഴിഞ്ഞാൽ തുടങ്ങായിരുന്നു. പെട്ടെന്ന് വന്നേക്കണേ. എന്താ സാറേ മുത്തെന്താ പറയുന്നത്? അല്ല നിങ്ങൾ പോയിക്കോ, എത്തിയേക്കണേ, പോവാണേ. വരുന്നു. മൊത്തം പറഞ്ഞു. അല്ല ഞാൻ പറയുമായിരുന്നേ, അമ്മ മടിച്ചോണ്ട് SI സാർ പിണങ്ങി കിടക്കുവാണെന്ന് അവരടുത്ത് പറയായിരുന്നു. എന്റെ നീല ഷർട്ടോടെ നീല ഉടുപ്പ് നീല സാരി കൂടെ നീലത്തി മുക്കി വെച്ച് 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ മുറ്റത്തെ പൂഴിമണ്ണ് കയ്യിലെടുത്ത് ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു കനകൻ.